കീം 2024 ഡേ 1 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് ദി മാസ് ഓഫ് വാട്ടർ ഫോംഡ് വെൻ 1.6 gram ഓഫ് മീതെയിൻ ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ് ഇൻ എക്സസ് ഓക്സിജൻ? 1.6 gram മീതെയിൻ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്താൽ കിട്ടുന്ന വാട്ടറിൻ്റെ മാസ് എത്ര? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ 5 ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ 3.6 gram എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് ഒരു ബേസിക് ഇക്വേഷനാണ്, അതായത് മീതെയിൻ്റെ കമ്പസ്റ്റൻ ഇക്വേഷൻ. മീതെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്ന ബേസിക് ഇക്വേഷൻ, സ്റ്റാൻഡർഡൈസ് ചെയ്ത ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. അതെന്താണ്? CH4+O2 gives 2H2O+CO2. അപ്പോൾ ഇതിൽ എത്ര ഗ്രാം മീതെയിനാണ് എടുത്തിരിക്കുന്നത്? 16 gram മീതെയിനാണ്, 32 gram ഓക്സിജൻ ഉണ്ടാകുന്നത്, 36 gram വാട്ടറും 44 gram കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇതറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷനിൽ നിന്ന് 16 gram CH4ൽ നിന്ന് 36 gram വാട്ടറിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1.6 ഗ്രാമിൽ നിന്ന് എത്ര കിട്ടുമെന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും. 3.6 gram H2O എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അത് പെട്ടെന്ന് മനസ്സിലാകാത്തവർക്ക് സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അനുസരിച്ച് 16 gram മീതെയിൻ ആണെങ്കിൽ നമുക്ക് 36 gram വാട്ടർ കിട്ടും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും 1 gram മീതെയിനിൽ നിന്ന് നമുക്ക് 36/16 gram H2O ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ തന്നെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല, ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള 1.6 gram മീതെയിനിൽ നിന്ന് എത്ര വാട്ടർ കിട്ടും? 36/16 × 1.6. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പത്തിന് 1.6 എന്നുള്ളതിനെ 16 ആക്കുമ്പോൾ അവിടെ ഒരു 10 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ ആ 10നെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ ആയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് 16 കട്ട് ചെയ്ത് 36/10 എന്നുള്ളത് 3.6 gram വാട്ടർ എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പഠിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല, പക്ഷേ നമ്മളത് എത്ര വേഗം കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്, ശ്രദ്ധിച്ച് തെറ്റാതെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കീം പോലുള്ള എൻട്രൻസ് എക്സാമിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ.